അപ്പൊ മക്കളെ വെൽക്കം. മിസ് ഇന്ന് വന്നിരിക്കുന്നത് എന്ത് പറയാനാണ്, എന്താണ് ഹൗ ടു സ്കോർ 50+ ഇൻ ഇംഗ്ലീഷ് എന്ന് നിങ്ങളെ പഠിപ്പിക്കാനായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ എങ്ങനെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാന്ന് നോക്കാം. എന്തൊക്കെയാ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അണ്ടർസ്റ്റാൻഡ് ദി എക്സാം പാറ്റേൺ ഫസ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. വേറെ എന്താണ് കേരളയിലുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ മാർക്ക് പല തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? റീഡിങ് കോംപ്രിഹെൻഷൻ ഉണ്ട്, നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം. പിന്നെ എന്നാണ് വൊക്കാബുലറിയും ഗ്രാമറും ഉണ്ട്. അതും നിങ്ങൾക്ക് എങ്ങനത്തെ ചോദ്യങ്ങളാണ്, ഇപ്പം ചിലപ്പോൾ സ്പെല്ലിങ് മാറി തരുന്നതായിരിക്കും, ഗ്രാമറിൽ എഡിറ്റിംഗ് ഉണ്ടാവും, ആക്റ്റീവ് പാസീവ് ഉണ്ടാവും, റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടാവും, കോൺകോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രിപ്പോസിഷൻസും ആർട്ടിക്കിൾസും ഉണ്ടാവും, ഇതൊന്നും അല്ലെങ്കിൽ ഫ്രേസൽ വേർബ്സ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണും അല്ലേ. പിന്നെ എന്താണ് റൈറ്റിംഗ് സ്കിൽസ്. റൈറ്റിംഗ് സ്കിൽസ് അറിയാലോ, ഫോർമാറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്, അപ്രീസിയേഷന്, ക്യാരക്ടർ സ്കെച്ച്, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വേറെയുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ ആണ് അല്ലേ. കവിത, കഥ, അല്ലെങ്കിൽ സപ്ലിമെന്ററി റീഡിങ്, ഇതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണുള്ളത്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ പഠിക്കണമെന്നും എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതേണ്ടത്. ഇനി എന്താണ് ലിറ്ററേച്ചർ സെക്ഷൻ. ഇതൊരു നമ്മുടെ സ്കോർ ബൂസ്റ്റർ ആണ് ഈ ലിറ്ററേച്ചർ സെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇവിടെ സ്കോർ ചെയ്യാൻ പോണേന്ന് നോക്കാലോ. ദിസ് ഇസ് വെയർ യു ക്യാൻ ഈസിലി സ്കോർ ഫുൾ മാർക്സ് ഇഫ് യു പ്രിപ്പയർ പ്രോപ്പർലി. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഈ ലിറ്ററേച്ചർ സെക്ഷനിലാണ്. കാരണം എന്താണ്, നിങ്ങൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ പെട്ടെന്ന് എഴുതാനും പഠിക്കും, നിങ്ങൾക്ക് കൂടുതൽ ഉത്തരങ്ങൾ നന്നായിട്ട് ടാക്കിൾ ചെയ്ത് എഴുതാനും പറ്റുന്നതായിരിക്കും. നമ്മൾ തീം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ക്യാരക്ടേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, പ്ലോട്ട് ഡെവലപ്മെന്റ് അറിഞ്ഞിരിക്കണം, അപ്പം എന്തൊക്കെയാണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, എന്തൊക്കെ ഇൻസിഡന്റ് ആണ് നടന്നതെന്ന് അറിയണം. പിന്നെ എന്തെങ്കിലും ഒരു കോട്ട് പഠിച്ചു വെക്കണം, ഒരു ഇൻസിഡന്റ് കാണാപ്പാഠം പഠിച്ചു വെക്കണം. അതൊക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ സ്കോർ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി എന്താണ് അടുത്തത് എന്ന് നോക്കാലോ. അപ്പം ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ എന്താണ് പോയട്രി അപ്രീസിയേഷൻ. ക്യാരക്ടർ സ്കെച്ച് ഉറപ്പായിട്ടും ചോദിക്കും. പോയട്രി അപ്രീസിയേഷനെ പറ്റി പറയേ വേണ്ട, ചോദ്യം ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് ആൻസർ ഇൻവോൾവിങ് വേരിയസ് ഫോമാറ്റ്സ്. അപ്പം ഫോമാറ്റ്സ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? നന്നായി കാണാപ്പാഠം പഠിക്കുക, എല്ലാ ഫോമാറ്റും കാണാപ്പാഠം പഠിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഫോമാറ്റിന് വരേണ്ട മാർക്ക് നിങ്ങൾ എല്ലാവരും മിസ് ഔട്ട് ആവും. അത് ചെയ്യാൻ പാടില്ല അല്ലേ. നമുക്ക് അങ്ങനെ മിസ് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ട? ഫോർമാറ്റ്സ് നന്നായി നമ്മുടെ പഴയ ലൈവിലൊക്കെ പോയിട്ട് കാണാപ്പാഠം പഠിക്കുക. പിന്നെ കമ്പാരിസൺ ചോദ്യം വരാം. ഒരു കവിത തന്നിട്ട് നിങ്ങൾ അതിനെ കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ബ്രൂട്ടസിന്റെയും ആന്റണിയുടെയും സ്പീച്ച് തന്നിട്ട് പറയും അത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറയും. അങ്ങനെ പല ചോദ്യങ്ങളും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി എന്താണ് വരുന്നത്? പിന്നെ റൈറ്റിംഗ് സ്കിൽസ് ആണ്. ഇതാണ് നിങ്ങൾക്ക് 90-ന് മേലെ മാർക്ക് കിട്ടുമോ വേണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ റൈറ്റിംഗ് സ്കിൽസ് ആണ്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്? ലെറ്റർ നന്നായിട്ട് നമ്മൾ എഴുതണം, റെസ്യൂമേ അല്ല, ഇമെയിൽ നന്നായിട്ട് എഴുതണം, സ്പീച്ച് നന്നായിട്ട് എഴുതണം, കവർ ലെറ്റർ, ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റത്തുള്ളൂ. എഴുതുമ്പോൾ ഡീഫോൾട്ട് ആയിട്ട് നിങ്ങൾ പ്രീമെയ്ഡ് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് കരുതി വെക്കുക, എന്നിട്ട് അത് എഴുതി അതിലേക്ക് ഫില്ലിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്താണ് അടുത്തെന്ന് പറയുന്നത് ഗ്രാമറും കോംപ്രിഹെൻഷനും ആണ്. എഡിറ്റിംഗ് വരും, റിപ്പോർട്ടഡ് സ്പീച്ച് വരും. പിന്നെ എന്താണ് ചില നേരത്ത് നിങ്ങൾക്ക് പലതരം, ഇപ്പോൾ കോൺകോഡിനകത്ത് ആർട്ടിക്കിൾസ് ആൻഡ് പ്രിപ്പോസിഷൻസ്, ടെൻസ് ഫോംസ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വേർബ് എന്നൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഗ്രാമറിൻ്റെ ബേസിക്സ് അറിഞ്ഞാൽ മാത്രമേ അതിനൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഗ്രാമറിൻ്റെ ബേസിക്സ് നല്ല തൊറോ ആയിട്ട് പഠിക്കണം, ഒരുപാട് തവണ വർക്കൗട്ട് ചെയ്യണം. ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ആൻസർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയിൽ വരുമ്പം. ഓക്കെ, പിന്നെന്താണ്, അപ്പം ഇതൊക്കെയാണ് നമ്മൾ 90-ൽ കൂടുതൽ മാർക്ക് മേടിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം മിസ്സ് വന്നിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്.